മഴ കൊണ്ടും പൊന്നു വിളയുന്ന മണ്ണുകൊണ്ടും സമ്പന്നമായ മലയാള നാടിനെ ഭീതിയിലാഴ്ത്തി സഹ്യാദ്രിയുടെ മടിത്തട്ടിൽ ഉറങ്ങുന്ന ജലസംഭരണി, ജലസമൃദ്ധിയുടെ മലനാട് തമിഴകത്തിന് നൽകിയ ജീവന്റെ വിലയുള്ള സമ്മാനം. ഓരോ കാലവർഷം പെയ്തിറങ്ങുമ്പോഴും മലയാളികളുടെ മനസ്സിൽ ഉരുണ്ടു കയറുന്ന ആശങ്കയുടെ കാർമേഘം. മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിലെ 10 ഡാമുകളെ തകർത്ത് കേരളത്തെ രണ്ടായി പിളർത്തുവാൻ നിൽക്കുന്ന മുല്ലപ്പെരിയാറിന്റെ തകർച്ചയ്ക്ക് പിന്നിൽ ചരട് വലിക്കുന്നത് ആരെല്ലാമാണ്? മുല്ലപ്പെരിയാർ തകർന്നാൽ മലയാളികളുടെ ചിന്തകൾക്കപ്പുറമുള്ള ആ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ്? ഡാമിന്റെ തകർച്ചയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുന്ന ആ യഥാർത്ഥ പരിഹാരമെന്ത്? ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റിൻ കോൺവെർസേഷൻസ്. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ കുമളി പ്രദേശത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തെ തമിഴ്നാട് അതിർത്തിയിലുള്ള ശിവഗിരി മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിവിധ പോഷക നദികൾ ചേർന്നുണ്ടാകുന്ന മുല്ലയാർ പെരിയാർ നദിയായി അറിയപ്പെടുന്നു. അങ്ങനെ ഈ മുല്ലയാർ നദിക്ക് കുറുകെ പണിതിരിക്കുന്ന അണക്കെട്ടായതിനാലാണ് ഇതിനെ മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്ന് വിളിക്കുന്നത്. 1789 പെരിയാർ നദിയിലെ വെള്ളം വൈഗാ നദിയിൽ എത്തിക്കുവാനുള്ള ആദ്യ കൂടിയാലോചനകൾ തുടങ്ങിയത്. തമിഴ്നാട്ടിലെ രാമനാട് മുത്തുരാമലിംഗ സേതുപതി രാജാവിന്റെ പ്രധാനിയായിരുന്ന മുതുരുളപ്പ പിള്ളയാണ് അതിനാദ്യം മുൻകൈയെടുത്തത്. അദ്ദേഹം ബ്രിട്ടീഷുകാരുമായി സഖ്യത്തിലായിരുന്നുവെങ്കിലും സേതുപതി രാജാവ് ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചത് മൂലം പദ്ധതി ആദ്യം നടപ്പിലായില്ല. യുദ്ധം തോറ്റ സേതുപതി രാജാവ് താമസിയാതെ സ്ഥാനഭ്രഷ്ടനായി. പ്രദേശം മദ്രാശി പ്രസിഡൻസിയുടെ കീഴിലായി. മധുര, തേനി, ഡിണ്ടിഗൽ, രാമനാഥപുരം എന്നീ പ്രദേശങ്ങളിലെ ജലക്ഷാമം ബ്രിട്ടീഷുകാർക്ക് തലവേദനയായി തീർന്നു. ഇതേസമയം തിരുവിതാംകൂറിലെ പെരിയാറ്റിൽ പ്രളയം സൃഷ്ടിക്കുന്ന കാലാവസ്ഥയും. അങ്ങനെ ബ്രിട്ടീഷുകാർ പെരിയാർ നദിയിലെ വെള്ളം പശ്ചിമഘട്ടത്തിലെ മല തുരന്ന് മധുരയിലൂടെ ഒഴുകുന്ന വൈഗാ നദിയിൽ എത്തിക്കുവാൻ പദ്ധതിയിട്ടു. ഇതിനായി പഠനം നടത്തുവാനായി ജെയിംസ് കാർഡ്വെൽ എന്ന വിദഗ്ധനെ നിയോഗിച്ചു. പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അറിവായിരുന്നു അദ്ദേഹത്തെ തന്നെ ഇതിനായി തിരഞ്ഞെടുക്കുവാൻ കാരണം. എന്നാൽ പദ്ധതി അസാധ്യമായിരിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിഗമനം. എങ്കിലും വെള്ളം തിരിച്ചുവിടുവാനുള്ള ശ്രമത്തിൽ നിന്ന് ബ്രിട്ടീഷുകാർ പിന്മാറിയില്ല. അവർ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ആ ശ്രമങ്ങളെല്ലാം പല തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു. 1882 നിർമ്മാണ വിദഗ്ധരായ ക്യാപ്റ്റൻ പെനിക്യൂക്ക്, ആർ സ്മിത്ത് എന്നിവർ പുതിയ പദ്ധതി സമർപ്പിക്കുവാനായി നിയോഗിക്കപ്പെട്ടു. എല്ലാ പഴയ പദ്ധതികളും പഠനവിധേയമാക്കിയ ശേഷം പുതിയത് സമർപ്പിക്കുവാനായിരുന്നു നിർദ്ദേശം. ഇതനുസരിച്ച് 155 അടി ഉയരമുള്ള അണക്കെട്ട് നിർമ്മിക്കുവാനുള്ള പദ്ധതി പെനിക്യൂക്ക് തയ്യാറാക്കി. താഴെ 115.75 അടിയും മുകളിൽ 12 അടിയുമാണ് അണക്കെട്ടിന്റെ വീതി. ചുണ്ണാമ്പ്, സുർക്കി, കരിങ്കല്ല് എന്നിവ ഉപയോഗിച്ചുള്ള അണക്കെട്ടിന് അന്നത്തെ കണക്കനുസരിച്ച് 62 ലക്ഷം ഇന്ത്യൻ രൂപ ചിലവ് വരുന്ന പദ്ധതിയായിരുന്നു തയ്യാറാക്കിയത്. ഈ തുകയുടെ 7% വീതം എല്ലാ വർഷവും ഈ പദ്ധതിയിൽ നിന്ന് തിരിച്ചു കിട്ടുമെന്നായിരുന്നു കണ്ടെത്തൽ. കൊടും വരൾച്ചയിൽ പൊറുതിമുട്ടിയ ബ്രിട്ടീഷ് സർക്കാർ പദ്ധതി അംഗീകരിച്ച് നിർമ്മാണത്തിന് നിർദ്ദേശം നൽകി. 1887 അണക്കെട്ടിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയും ഉടൻ തന്നെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ കനത്ത മഴയും വെള്ളപ്പൊക്കവും നിർമ്മാണത്തെ ഇടതടവില്ലാതെ തടസ്സപ്പെടുത്തി. കെട്ടിപ്പൊക്കിയ ഭാഗം വെള്ളപ്പാച്ചിലിൽ നശിച്ചുപോയി. ജോലിക്കാരിൽ കുറേയേറെ പേർ വെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി. ഇതോടെ ഈ പദ്ധതി തുടരേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിച്ചു. നിരാശനായ ജോൺ പെനിക്യൂക്ക് കുടുംബസമേതം ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ താൻ തന്നെ ഈ പദ്ധതി പൂർത്തിയാക്കുമെന്ന് പെനിക്യൂക്ക് പ്രതിജ്ഞയെടുത്തു. അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും ഒരു വേനൽക്കാലത്തിന്റെ ആരംഭത്തിൽ നിർമ്മാണം പുനരാരംഭിക്കുകയും ചെയ്തു. കെട്ടിപ്പൊക്കിയ ആ അടിത്തറയെ തൊട്ടു പിന്നാലെ വന്ന മഴക്കാലം തകർത്തില്ല. പെനിക്യൂക്കിന്റെ ദൃഢനിശ്ചയത്തിന് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകി. പെരിയാർ നദി തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിലെ നദിയായതിനാൽ ഈ പദ്ധതി നടപ്പിലാക്കുവാൻ അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയുടെ സമ്മതം ആവശ്യമായിരുന്നു. വിശാഖം തിരുനാൾ രാമവർമ്മയായിരുന്നു അന്നത്തെ ഭരണാധികാരി. ഈ കരാറിൽ ഏർപ്പെടുവാൻ ആദ്യം അദ്ദേഹം സന്നദ്ധനായിരുന്നില്ല. എന്നാൽ ബ്രിട്ടീഷ് അധികാരികൾ നയപരമായ ബലപ്രയോഗത്തിലൂടെ അദ്ദേഹത്തെ കൊണ്ട് 1886 ഈ ഉടമ്പടിയിൽ ഒപ്പുവെപ്പിച്ചു. എന്റെ ഹൃദയരക്തം കൊണ്ടാണ് ഞാൻ ഒപ്പുവെക്കുന്നത് എന്നാണ് വിശാഖം തിരുനാൾ രാമവർമ്മ വ്യസനത്തോടെ ഈ കരാറിനെ വിശേഷിപ്പിച്ചത്. 1886 ഒക്ടോബർ 29 മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കുവാനുള്ള പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെക്കപ്പെട്ടത്.
തിരുവിതാംകൂറിന് വേണ്ടി മരാമത്ത് സെക്രട്ടറി കെ രാമ അയ്യങ്കാരും മദ്രാശിക്ക് വേണ്ടി സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ചൈൽഡ് ഹാനിങ്ടണുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. നദിയുടെ 155 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന 5000 ഏക്കർ സ്ഥലവും നിർമ്മാണത്തിനായി 100 ഏക്കർ സ്ഥലവുമാണ് പാട്ടമായി നൽകിയിരിക്കുന്നത്. 999 വർഷത്തേക്കാണ് കരാർ. പാട്ടത്തുകയായി ഏക്കറിന് 5 രൂപ തോതിൽ 40,000 രൂപ വർഷം തോറും തിരുവിതാംകൂറിന് ലഭിക്കും. വെള്ളം മദ്രാസ് സംസ്ഥാനത്തിലെ മധുര, രാമനാഥപുരം എന്നീ ജില്ലകളിലെ ജലസേചനത്തിനായി ഉപയോഗിക്കുമെന്നാണ് വ്യവസ്ഥ. അണക്കെട്ടിന്റെ കാലാവധിയേക്കാൾ നീണ്ടു നിൽക്കുന്ന കരാറായിരുന്നു ഈ ഒപ്പുവെച്ചത്. കരാർ ഒപ്പുവെച്ച ഉടൻ തന്നെ നിർമ്മാണം ആരംഭിച്ചു. ബ്രിട്ടീഷ് ആർമിയിലെ നിർമ്മാണ വിദഗ്ധരും തൊഴിലാളികളും ചേർന്നാണ് അണക്കെട്ട് നിർമ്മിച്ചത്. മദുരാശി സർക്കാരിന്റെ ഗവർണർ കന്നിമാര പ്രഭുവാണ് മരം മുറിച്ച് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. തേക്കടിയിൽ തൊഴിലാളികൾക്ക് താമസിക്കുവാനുള്ള തമ്പുകൾ ഉണ്ടാക്കി. നിർമ്മാണത്തിന്റെ ആദ്യഘട്ടമായി കൂറ്റൻ മരങ്ങൾ മുറിക്കുന്നത് തന്നെ ഭഗീരഥ പ്രയത്നമായിരുന്നു. രാമനാഥപുരത്ത് നിന്നാണ് തൊഴിലാളികൾ ആദ്യം എത്തിയത്. ദിവസം 6 അണയായിരുന്നു കൂലി. എന്നാൽ മലമ്പനിയും മറ്റും ഭീഷണിയായപ്പോൾ കമ്പം, തിരുനെൽവേലി എന്നിവിടങ്ങളിൽ നിന്നൂടെ തൊഴിലാളികളെ കൊണ്ടുവരേണ്ടി വന്നു. കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസ് ആശാരിമാരെയും കോയമ്പത്തൂർ, ഗുജറാത്തിലെ കച്ച് എന്നിവിടങ്ങളിൽ നിന്ന് കുമ്മായം തേപ്പുകാരെയും കൊണ്ടുവന്നു. അണക്കെട്ട് സ്ഥാപിക്കേണ്ട സ്ഥലത്തെ പാറ തുരക്കുവാനായി കൈകൊണ്ട് തുറക്കുന്ന തിരുപ്പുളി യന്ത്രങ്ങൾ ഉപയോഗിച്ച് നോക്കിയെങ്കിലും സമയം കൂടുതൽ എടുക്കുന്നതിനാൽ യന്ത്രവൽകൃത കടച്ചിൽ ഉപകരണങ്ങൾ പകരമായി ഉപയോഗിച്ചു തുടങ്ങി. കരിങ്കല്ല് 6 ഇഞ്ച് കനത്തിൽ പൊട്ടിച്ചെടുത്ത് അടുക്കി വെച്ച് സുർക്കിയും മോർട്ടാറും ഉപയോഗിച്ചാണ് അണക്കെട്ട് കെട്ടിപ്പൊക്കിയത്. അണക്കെട്ടിന്റെ പദ്ധതി പ്രദേശങ്ങളിൽ റോഡ്, ജലമാർഗം, റെയിൽവേ എന്നീ മാർഗങ്ങളിലൂടെയാണ് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവന്നത്. ആനകളുടെയും മറ്റു വന്യജീവികളുടെയും ആക്രമണങ്ങൾ നിരന്തരം ഉണ്ടായിരുന്നു. ഏതാണ്ട് 5000-ഓളം പേർ അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ വിവിധ കാലയളവുകളിൽ അവിടെ ജോലി ചെയ്തിരുന്നു. നിരവധി പേർ നിർമ്മാണ ഘട്ടത്തിൽ മരണമടഞ്ഞു. അണക്കെട്ടിലെ ജലാശയത്തിൽ നിന്ന് തമിഴ്നാട്ടിലെ വൈഗാ നദിയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഏകദേശം 5704 അടി നീളം വരുന്ന തുരങ്കം മുഴുവൻ ചുണ്ണാമ്പ് കൊണ്ട് നിർമ്മിച്ചു. 81,30,000 രൂപ അണക്കെട്ടിന്റെ നിർമ്മാണത്തിനായി ആകെ ചിലവായി. മുല്ലപ്പെരിയാർ അണക്കെട്ട് കൊണ്ട് പരിപോഷിതമായ പ്രദേശങ്ങളിലെ വീടുകളിൽ ദൈവങ്ങളുടെ ചിത്രങ്ങളോടൊപ്പം ജോൺ പെനിക്വിക്കിന്റെ ചിത്രവും ആളുകൾ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് പറയപ്പെടുന്നു. അങ്ങനെ 1895 മുല്ലപ്പെരിയാർ അണക്കെട്ട് പൂർത്തിയായി. തമിഴ്നാട്ടിലേക്ക് ജലമൊഴുകി. നാളുകൾ കടന്നുപോയി. ഇന്ത്യ സ്വതന്ത്രമായ സമയം. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നടപ്പിലാക്കിയ 1886 കരാർ ഇന്ത്യ സ്വതന്ത്രമായതോടെ യഥാർത്ഥത്തിൽ കാലഹരണപ്പെട്ടു. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിലെ 7ാം വകുപ്പ് അനുസരിച്ച് നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യയുമായുള്ള എല്ലാ കരാറുകളും റദ്ദായി. അതനുസരിച്ച് 1886 ഈ കരാർ അസാധുവായി മാറി. അങ്ങനെ കരാർ പുതുക്കുവാനായി തമിഴ്നാട് ശ്രമം തുടങ്ങി. 1958 നവംബർ 9 അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടുമായി ചർച്ച നടത്തി. ഈ വിഷയത്തിൽ കേരളത്തിന് അനുകൂലമായ തീരുമാനം എടുക്കുവാൻ അവസരമുണ്ടായിരുന്നിട്ടും EMS മന്ത്രിസഭയിലെ നിയമമന്ത്രിയായിരുന്ന VR കൃഷ്ണയ്യർ അതിന് മുതിർന്നില്ല. EMS മന്ത്രിസഭ അധികാരത്തിലെത്തുന്ന സമയത്ത് തന്നെ ഈ അണക്കെട്ടിന്റെ കാലാവധി 50 വർഷം പൂർത്തിയാക്കിയിരുന്നു. 1961 വെള്ളപ്പൊക്കത്തെ തുടർന്നാണ് യഥാർത്ഥത്തിൽ ഈ അണക്കെട്ടിന്റെ സുരക്ഷയെ ചൊല്ലിയുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും ശക്തി പ്രാപിച്ചത്. തുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട കാലപ്പഴക്കം ചെന്ന ഈ അണക്കെട്ടിന് ശക്തമായ വെള്ളപ്പാച്ചിലിനെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്നും അതിനാൽ തന്നെ അണക്കെട്ടിന്റെ താഴ്വരകളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഈ അണക്കെട്ട് ഭീഷണിയാണെന്നും ടൈംസ് ഓഫ് ഇന്ത്യ അക്കാലത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ചർച്ചകൾ നടന്നുകൊണ്ടേയിരുന്നു. 1970 മെയ് 29 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന C അച്യുതമേനോനുമായി തമിഴ്നാട് നടത്തിയ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ 1886 പാട്ടക്കരാർ പുതുക്കുവാൻ തീരുമാനമായി. തമിഴ്നാടിന് വേണ്ടി പൊതുമരാമത്ത് സെക്രട്ടറി KS ശിവസുബ്രഹ്മണ്യവും കേരള സർക്കാരിന് വേണ്ടി അന്നത്തെ ജലവൈദ്യുത സെക്രട്ടറി KP വിശ്വനാഥൻ നായരുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഈ പുതിയ കരാറിൽ 1886 കരാറിലെ വ്യവസ്ഥകളെല്ലാം നിലനിർത്തിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു നിബന്ധന കൂടി ഉൾപ്പെടുത്തി. അണക്കെട്ടിലെ വെള്ളം ഉപയോഗിച്ച് പെരിയാർ പവർ ഹൗസിൽ വൈദ്യുതി ഉൽപാദനം നടത്തുവാൻ പുതിയ കരാർ തമിഴ്നാടിന് അനുമതി നൽകി. ഈ വൈദ്യുതി ഉൽപാദന ആവശ്യത്തിലേക്കായി കുമളി വില്ലേജിൽ 42.17 ഏക്കർ സ്ഥലവും തമിഴ്നാടിന് പാട്ടത്തിന് നൽകുവാൻ പുതിയ കരാർ അനുമതി നൽകി.
1886 കരാറിൽ പാട്ടത്തുക ഏക്കറിന് 5 രൂപയായിരുന്നത് പുതിയ കരാറിൽ ഏക്കറിന് 30 രൂപയാക്കി ഉയർത്തി. കൂടാതെ കരാർ തീയതി മുതൽ 30 വർഷം കൂടുമ്പോൾ പാട്ടത്തുക പുതുക്കുവാനും പുതിയ കരാർ വ്യവസ്ഥ ചെയ്തു. അങ്ങനെ 1970 ഈ പുതിയ കരാറാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇപ്പോൾ കേരളത്തിന്റെ പ്രശ്നം. അണക്കെട്ട് നിൽക്കുന്നത് കേരളത്തിന്റെ സ്ഥലത്താണെങ്കിലും അതിന്റെ നിയന്ത്രണം തമിഴ്നാടിന്റെ കൈവശമാണ്. അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച വിഷയം ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾക്ക് വഴിവെച്ചു. 1979 ഗുജറാത്തിൽ സംഭവിച്ച മച്ചു അണക്കെട്ടിന്റെ തകർച്ചയെ തുടർന്നുണ്ടായ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളിലെ ജനങ്ങൾ പരിഭ്രാന്തിയിലായി. തുടർന്ന് കേന്ദ്ര ഭൗമശാസ്ത്ര പഠന കേന്ദ്രം അണക്കെട്ടിന് റിക്ടർ മാനകത്തിൽ 6 വരുന്ന ഭൂകമ്പത്തെ താങ്ങാൻ കെൽപ്പില്ലെന്ന് റിപ്പോർട്ട് നൽകി. അങ്ങനെ കേന്ദ്ര ജല കമ്മീഷൻ ഈ കാര്യത്തിൽ ഇടപെട്ട് ഡാമിന്റെ സുരക്ഷയ്ക്ക് വേണ്ട അറ്റകുറ്റപ്പണികൾ നടത്തുവാനും ഡാമിന്റെ ജലനിരപ്പ് 136 അടിയായി കുറയ്ക്കുവാനും തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ 142.2 അടി എന്ന ജലനിരപ്പിൽ നിന്നും തമിഴ്നാട് ജലനിരപ്പ് 136 അടിയായി കുറച്ചു. എന്നാൽ അന്നു മുതൽ ജലനിരപ്പ് വീണ്ടും 152 അടി എന്ന പൂർണ്ണ സംഭരണ ശേഷിയിലേക്ക് പുനഃസ്ഥാപിക്കണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെടുന്നു. ഒരു അണക്കെട്ടിന്റെ പരമാവധി കാലാവധി 60 വർഷമാണെന്നിരിക്കെ 100 വർഷത്തിലേറെ പഴക്കമുള്ള ഈ അണക്കെട്ട് കേരളത്തിലെ 5 ജില്ലകളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്നും കേരളം വാദിക്കുന്നു. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പുറമെ പെരിയാർ വന്യജീവി സങ്കേതത്തിൽ ഉണ്ടാകുന്ന ജീവജാല നഷ്ടമെന്ന പരിസ്ഥിതി പ്രശ്നം കൂടി കേരളം മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഉൾപ്പെടുത്തി. നിലവിലെ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യണമെന്നും പകരം പുതിയ ഡാം നിർമ്മിക്കണമെന്നും കേരളം ആവശ്യപ്പെടുന്നു. എന്നാൽ പുതിയ ഡാം എന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട് നിരസിച്ചു. ശാസ്ത്രീയ പഠനങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേരളത്തിന്റെ വാദങ്ങൾക്ക് കഴമ്പില്ലെന്ന് തമിഴ്നാടും വാദിച്ചു. 2000 പദ്ധതി പ്രദേശത്തുണ്ടായ ഭൂമികുലുക്കത്തോടെ കേരളത്തിന്റെ ആശങ്കകൾ കൊടുമ്പിരി കൊണ്ടു. 1902 തന്നെ അണക്കെട്ടിന്റെ നിർമ്മാണത്തിന്റെ പ്രധാന കൂട്ടായ ചുണ്ണാമ്പ് വർഷം 30.48 ടൺ വീതം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അത് അനേകം ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ടാകും എന്നുമാണ് കേരളത്തിന്റെ വാദം. അങ്ങനെ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഈ വിഷയം സുപ്രീം കോടതിയിലെത്തി. 2014 മെയ് 7 സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിന്റെ വിധി തമിഴ്നാടിന് അനുകൂലമായി വന്നു. ഈ വിധി കേരളത്തിന് തികച്ചും പ്രതികൂലമായിരുന്നു. ജലനിരപ്പ് 136 അടിയിൽ നിന്നും 142 അടിയായി ഉയർത്തുവാൻ തമിഴ്നാടിന് സുപ്രീം കോടതി അനുമതി നൽകി. പുതിയ അണക്കെട്ടിനുള്ള കേരളത്തിന്റെ ആവശ്യം സുപ്രീം കോടതി നിരസിച്ചു. ലോകത്ത് ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്വ അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാറിലേത്. സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ഇന്ന് ലോകത്ത് അവശേഷിക്കുന്ന ഏക അണക്കെട്ടെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. രാജ്യത്തെ ഭൂചലന നിർണയ മാനദണ്ഡ പ്രകാരം മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന പ്രദേശം സോൺ 3 ഉൾപ്പെടുന്നത്. റിക്ടർ സ്കെയിലിൽ 6.5 വരെ തീവ്രതയുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടായേക്കാവുന്ന മേഖലയാണ് സോൺ 3 എന്നറിയപ്പെടുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ബാക്കിപത്രം എന്നോണം കേരളത്തിൽ പേമാരിയുടെയും ഉരുൾപൊട്ടലിന്റെയും പ്രളയങ്ങളുടെയും തോത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. തുടർച്ചയായ പ്രകൃതിക്ഷോഭങ്ങൾക്ക് നാം സാക്ഷ്യം വഹിക്കുന്നു. പ്രവചനാതീതമായി മാറിയ ഈ കാലാവസ്ഥയിൽ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ നാം ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും അതിന്റെ പ്രത്യാഘാതങ്ങൾ. ഹിരോഷിമയിൽ വീണ അണുബോംബിന്റെ 180 മടങ്ങ് പ്രഭാവത്തിലായിരിക്കും മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം ഡാം തകർന്നാൽ പുറത്തേക്ക് കുതിക്കുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. 1 മണിക്കൂറിനുള്ളിൽ ഈ വെള്ളം ഇടുക്കി ഡാമിലെത്തും. മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഡാമിൽ സംഭരിച്ചിരിക്കുന്ന വെള്ളം മാത്രമായിരിക്കില്ല പുറത്തേക്ക് കുതിക്കുന്നത്. അതിശക്തിയിലൊഴുകുന്ന ഈ വെള്ളം ആദ്യം സമീപ പ്രദേശത്തെ മുക്കിക്കളയും. അവിടെയുള്ള വീടുകളും കെട്ടിടങ്ങളും മരങ്ങളും നിലംപരിശായി മനുഷ്യരുടെയും ജന്തുജാലങ്ങളുടെയും ശവശരീരങ്ങളടക്കം ഇടുക്കി ഡാമിലെത്തും. കൂടാതെ അണക്കെട്ടിന്റെ അവശിഷ്ടങ്ങളും കല്ലും മണ്ണും 130 വർഷത്തെ ചെളിയും ഇവയെല്ലാം 36 കിലോമീറ്റർ താഴെയുള്ള ഇടുക്കി ഡാമിൽ എത്തുമ്പോൾ കണ്ണിമ ചിമ്മും മുന്നേ ഇടുക്കി ഡാം തകരും. അങ്ങനെ ഈ ആഘാതത്തിൽ ഇടുക്കി ഡാം തകർന്നാൽ താഴെയുള്ള 11 അണക്കെട്ടുകളും തകർന്നടിയും. ചെറുതോണി, കുളമാവ്, മലങ്കര ഡാം എന്നിവയാണ് അവയിൽ പ്രധാനപ്പെട്ട ഡാമുകൾ. ഇത്രയും ഡാമുകളിലെ വെള്ളം
ഒഴുകിയെത്തുന്ന പ്രദേശങ്ങൾ ഇടിച്ചു നിരത്തപ്പെടും. കേരളം രണ്ടായി പിളരും. ഫലത്തിൽ ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകൾ ഇല്ലാതാകും. ആ പ്രദേശങ്ങൾ മൃതദേഹങ്ങൾ മാത്രമുള്ള ശ്മശാനമായി മാറും. അതുപോലെ എറണാകുളം ജില്ല മുങ്ങുമ്പോൾ BPCL സംഭരിച്ചിരിക്കുന്ന ഇന്ത്യ മുഴുവൻ കത്തിക്കുവാൻ ശേഷിയുള്ള ക്രൂഡ് ഓയിൽ പുറത്തേക്കൊഴുകും. അത് കടലിലേക്ക് പടരും. ഒരു ചെറിയ തീപ്പൊരിയിൽ പരന്നു കിടക്കുന്ന കടലിൽ വ്യാപിക്കുന്ന തീ അയൽ രാജ്യങ്ങൾക്ക് പോലും ഭീഷണിയാകുമെന്ന് വിദഗ്ധർ പറയുന്നു. പുഴകൾ ഒഴുകുന്ന ഗതി അനുസരിച്ചാണ് ഇപ്പോൾ നാം ഈ ജില്ലകൾ തകരുമെന്ന് പറയുന്നത്. എന്നാൽ ഡാം പൊട്ടിവരുന്ന വെള്ളത്തിന്റെ അളവും ശക്തിയും കാരണം മറ്റേതൊക്കെ ജില്ലകൾ തകരുമെന്നുള്ളത് നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ്. നാം അഭിമാനം കൊള്ളുന്ന നമ്മുടെ കേരളം ഭൂപടത്തിൽ നിന്നും ഒരുപക്ഷെ അപ്രത്യക്ഷമായേക്കും. ഒരു രാത്രി കൊണ്ട് നൊമ്പരമായി മാറിയ വയനാട് നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമാകുമ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടുമ്പോഴുള്ള പ്രത്യാഘാതങ്ങളോ? മുല്ലപ്പെരിയാർ ഡാമിന് പകരമായി പുതിയ ഡാം നിർമ്മിക്കണം എന്ന് തന്നെയാണ് കേരളത്തിന്റെ ആവശ്യം. എന്നാൽ മുല്ലപ്പെരിയാർ ഡാം തകരില്ല എന്നും അത് സുരക്ഷിതമാണ് എന്നും എന്തെങ്കിലും ബലക്ഷയം ഉണ്ടായാൽ അത് പരിഹരിക്കുവാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കും എന്നുമാണ് തമിഴ്നാട് പറയുന്നത്. ജനങ്ങൾക്കുള്ള പ്രവേശനം പോലും നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഈ ഡാമിന്റെ അവസ്ഥ യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് ശരിക്കും അവ്യക്തമാണ്. മുല്ലപ്പെരിയാർ തകരുമെന്ന് കേരളം വാദിക്കുന്നത് മറ്റാരും മുഖവിലക്കെടുക്കുന്നില്ല എന്നത് സത്യം തന്നെയാണ്. അതിനാൽ തന്നെ സുപ്രീം കോടതിയിൽ നാം പരാജയപ്പെടുന്നു. തമിഴ്നാടിന്റെ ആവശ്യമനുസരിച്ച് ജലനിരപ്പ് ഉയർത്തുന്നത് തീർച്ചയായും ഡാമിന് ഭീഷണി തന്നെയാണ്. അത് ബാധിക്കുന്നത് കേരളത്തിനെ മാത്രമാണ്. എങ്കിലും തമിഴ്നാടിന് വെള്ളം കൊടുക്കരുത് എന്ന വാദങ്ങളും ഇവിടെ ഉയരുന്നുണ്ട്. വളരെ ബാലിശമായ തീരുമാനങ്ങളാണവ. പുതിയ ഡാം നിർമ്മിക്കപ്പെടണമെന്ന കേരളത്തിന്റെ ആവശ്യം ന്യായമെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ കേരളത്തിലുള്ളവർ തന്നെ അത് ശാശ്വത പരിഹാരമല്ല എന്ന് വാദിക്കുന്നു. പുതിയ ഡാം പഴയ ഡാമിനെ കൂടുതൽ ദുർബലപ്പെടുത്തുക മാത്രമാണ് ചെയ്യുക എന്നാണ് പറയപ്പെടുന്നത്. ഒരു പുതിയ ഡാം നിർമ്മിക്കപ്പെടുമ്പോൾ സഹ്യാദ്രി വീണ്ടും ചൂഷണത്തിനിരയാകും. ആ ഭൂപ്രദേശത്തെ ഒരു ചെറിയ മാറ്റം പോലും വലിയ തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാക്കുമെന്ന് അവർ വാദിക്കുന്നു. അതുപോലെ ഒരു പുതിയ ഡാം പണിയുവാനുള്ള ചിലവ് വളരെ വലുതാണ്. ഏത് പാർട്ടി ഭരിച്ചാലും ഒരു തരത്തിലുള്ള അഴിമതിയും കൂടാതെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ഡാം നിർമ്മിക്കപ്പെടുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുവാൻ ആരും തയ്യാറല്ല എന്നത് വസ്തുതയാണ്. അതുപോലെ പുതിയ ഡാമിന് എത്ര നാൾ നമ്മെ രക്ഷിക്കാനാകുമെന്ന ചോദ്യങ്ങളും ഉയർന്നു വരുന്നു. ഒരു ശാശ്വത പരിഹാരമില്ലാതെ ഇരു സംസ്ഥാനങ്ങളുടെയും വാദങ്ങളും പ്രതിവാദങ്ങളും നാൾക്കുനാൾ വർദ്ധിക്കുക മാത്രം ചെയ്യുന്നു. തമിഴ്നാട് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്ന ഇൻടേക്ക് ലെവൽ കുറച്ചിട്ട് ഒരു പുതിയ ഡാം നിർമ്മിക്കുന്നതിലും കുറഞ്ഞ ചിലവിൽ അവിടെ ഒരു ടണൽ നിർമ്മിക്കുക. അതിലൂടെ ഡാമിലെ ജലം കൂടുതലായി തമിഴ്നാട്ടിൽ എത്തിച്ച് അതവിടെ സംഭരിച്ചു വെക്കുക എന്നൊരു പരിഹാര മാർഗവും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതിലൂടെ ഡാമിന്റെ ജലനിരപ്പ് കൂടുതലായി കുറയ്ക്കുവാനും തമിഴ്നാടിന് ആവശ്യമായ ജലം അവർക്ക് ലഭിക്കുവാനും സാധിക്കുന്നുവെന്ന് അവർ അഭിപ്രായപ്പെടുന്നു. മാർഗം എന്തു തന്നെയാണെങ്കിലും കേരളത്തിലെ ജനങ്ങളുടെ ഭീതി ഒഴിവാക്കുവാനും തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുവാനും തക്ക ഒരു പരിഹാര മാർഗം എത്രയും വേഗം അധികാരികൾ കൈക്കൊള്ളട്ടെ. കേരളത്തെ സമൃദ്ധി കൊണ്ട് അനുഗ്രഹിച്ച പെരിയാറിന്റെ തീരങ്ങളെ ആശങ്കയുടെ കരിനിഴൽ താഴ്വരകളാക്കി മാറ്റുന്ന മുല്ലപ്പെരിയാർ എന്ന വിഷയം രാഷ്ട്രീയ ഭേദമന്യേ ഒന്നായി നിന്നുകൊണ്ട് പരിഹരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പക്ഷെ കോൺവെർസേഷൻസ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. We were just in conversations. Goodbye. Wow.